ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാ പാരൻസും കുട്ടികളെ ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നത്തെ ദിവസവും കൂടെ ഉള്ളൂ. നാളെ പ്രൊഫഷണൽ അലോട്ട്മെന്റ് വരും. പിന്നെ പിറ്റേ ദിവസം ഫൈനലായിട്ടുള്ള അലോട്ട്മെന്റും കൂടെ വരും. അത് കഴിഞ്ഞ് പിന്നീട് 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നമുക്ക് ചേരാനുള്ള സമയമാണ്. അപ്പോൾ കേരളയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് പിന്നീട് ഒരിക്കലും നമുക്കതിൽ അഡീഷണൽ ആയിട്ട് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിർബന്ധമായിട്ടും നമുക്ക് ഈ 4 റൗണ്ടായിട്ടാണ് അലോട്ട്മെന്റുകൾ നടക്കുന്നത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, പിന്നെ മോപ്പപ്പ്, സ്ട്രേ വേക്കൻസി. അപ്പൊ ഇതിലൊന്നും പങ്കെടുക്കാത്ത 3 റൗണ്ട് വരെ പങ്കെടുക്കാത്ത കുട്ടികൾ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. പക്ഷെ അത് കരുതി അവസാനം വരേക്ക് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം ഓൾ ഇന്ത്യയുടെ ഒക്കെ കേൾക്കുമ്പോൾ പലർക്കും ഒരു തോന്നലുണ്ടാവും അതുപോലെ തന്നെ കേരളത്തിൽ സാധിക്കുമല്ലോ, കേരളയിലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ കയറാം, അങ്ങനെ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ കയറാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നമ്മുടെ മുന്നിൽ ഇല്ല. കേരള അലോട്ട്മെന്റിന്റെ കേസിൽ നമ്മൾ ആദ്യം, അതായത് ഇന്നത്തെ ദിവസം രാത്രി 11:59 വരേക്ക് മാത്രമേ നമ്മുടെ മുന്നിൽ സമയമുള്ളൂ. ആരെങ്കിലും MBBS BDS ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഇന്ന് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. നോർമലി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു സിസ്റ്റത്തിൽ നോർമലി ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ഇതിൽ ഫീസ് കൺസെഷനുള്ള കുട്ടികൾക്ക് 500 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അതായത് ഇപ്പൊ SC ST OEC കാറ്റഗറിയിൽ വരുന്ന ആളുകൾ, ധീവര കാറ്റഗറി, പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് കുശവൻ, കുടുംബി, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും വന്നിട്ട് നമുക്ക് 500 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. പിന്നെ അതല്ല നോർമൽ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്ക്, OBC കാറ്റഗറിക്ക് ആണെങ്കിൽ 5000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഈ 5000 രൂപ അല്ലെങ്കിൽ 500 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഫീന്ന് നമുക്ക് കുറഞ്ഞു കിട്ടുന്ന ഫീസാണ്. അതായത് ആ ഫീ ഒരിക്കലും എന്താ പറയാ, നമുക്ക് അഡീഷണൽ ആയിട്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അത് കഴിഞ്ഞ് ബാക്കി എമൗണ്ട് മാത്രം ഫീസിലേക്ക് എത്രയാണോ വരുന്നത് ആ എമൗണ്ട് നമ്മൾ അടച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും ഇന്ന് നമുക്ക് ഈ 11:59 വരേക്ക് സമയമുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അലോട്ട്മെന്റിലേക്ക്, മീൻസ് ഇതിലേക്ക് 1ാം ഘട്ട അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇപ്പൊ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പൊ ഇത് നമുക്ക് വന്നിട്ട് കേരളത്തിലെ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ഇതിൽ വന്നിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കായിട്ട് നമുക്ക് 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് 20 മെഡിക്കൽ കോളേജുകളിലേക്ക്, അങ്ങനെ ടോട്ടലി വന്നിട്ട് 32 മെഡിക്കൽ കോളേജുകളിലേക്കാണ് MBBSനായിട്ട് ഇപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ BDSൽ വന്നിട്ട് 6 ഗവൺമെന്റ് BDS കോളേജുകളിലേക്കും അതുപോലെ തന്നെ 18 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കാണ് അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്കിപ്പോൾ സാധ്യമായിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 റൗണ്ടാണ് അലോട്ട്മെന്റുകൾ നടക്കുന്നത്. റൗണ്ട് 1, റൗണ്ട് 2, പിന്നെ നമ്മുടെ മോപ്പപ്പ്, അത് കഴിഞ്ഞ് സ്ട്രേ വേക്കൻസി. ഇതിൽ നമുക്ക് വന്നിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ തവണ മാത്രമേ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സാധിക്കൂ. ആദ്യ ഘട്ടത്തിൽ തന്നെ എല്ലാ ആളുകളും വേണ്ട എത്രത്തോളം ഓപ്ഷൻസ് ഉണ്ടോ ആ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുക്കണം. അപ്പൊ ഈ ഓപ്ഷൻ കൊടുക്കുമ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കോളേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ കോളേജ് അല്ലെങ്കിൽ ആ കോഴ്സ് നമ്മൾ എന്തായാലും പോകില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുക BDS ഞാൻ എന്തായാലും പോകില്ല, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS അത് ഞാൻ എന്തായാലും പോകില്ല. അങ്ങനെയാണ് നിർബന്ധമായിട്ടും നിങ്ങൾ അതിലേക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണെങ്കിൽ മാത്രമേ അതത് കോളേജുകളിൽ അതത് കോഴ്സിന് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത കോഴ്സുകൾക്ക് അല്ലെങ്കിൽ അല്ലാത്ത കോളേജുകൾക്ക് നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ എനിക്കത് കിട്ടൂലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനത് ഹയർ ഓപ്ഷനിൽ വെക്കണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എപ്പോഴും എന്ത് മാറ്റങ്ങളും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ ഓപ്ഷൻ കൊടുക്കുമ്പോഴും നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ടോപ്പ് ഓപ്ഷൻ, അതായത് ഏറ്റവും ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നതായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോളേജ്. ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് വലിയ റാങ്ക് ഇല്ലാന്ന് തന്നെ കുട്ടിക്കോളും, പക്ഷെ MBBS നിങ്ങൾക്ക് ഗവൺമെന്റിൽ കിട്ടും, അവസാനത്തെ ഗവൺമെന്റ് കോളേജുകളിലേക്ക് കിട്ടുക. പക്ഷെ നിങ്ങൾ എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതായിരിക്കണം. സെക്കൻഡിൽ ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MBBS ആയിരിക്കും, അങ്ങനെയാണ് അതായിരിക്കണം. ആ രീതിയിൽ തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പം ഏറ്റവും നല്ല റാങ്കുള്ള ആളുകളായിരിക്കും ആദ്യം പരിഗണിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഇതിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ടോപ്പിൽ നിന്ന് നോക്കും. 1ാമത്തെ ഓപ്ഷൻ, ഓക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല, ഓക്കെ 2ാമത്തെ ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല, അങ്ങനെ വന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് 8ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ 9ാമത്തെ ഓപ്ഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 8ാമത്തെ ഓപ്ഷൻ കിട്ടുക എന്ന് വിചാരിച്ചു. അപ്പൊ അതിലേക്ക് അത് ഏതാണോ കോളേജുകൾ കൊടുത്തേക്കുന്നത് അവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടും. പിന്നെ താഴത്തെ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. അപ്പം നിങ്ങളിപ്പോ MBBS ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും BDS കൊടുത്തിട്ട് മേലെ കൊണ്ടുവച്ച് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഇന്ന് നമുക്ക് ഈ രാത്രി വരെ ഇതിൽ എന്ത് കറക്ഷൻസ് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ നിർബന്ധമായിട്ടും
എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിലെ മിസ്റ്റേക്സ് നിങ്ങൾ ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യാതെ പോയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ BDS നിങ്ങൾ സെൽഫിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം. ഇനി അതല്ല BDS സെൽഫിൽ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് ചോദിച്ചൊരു കാര്യമുണ്ട്, BDSന് നമ്മൾ ആകെ 3,30,000 രൂപ അടച്ചാൽ മതിയോ? അതാണല്ലോ ഈ അലോട്ട്മെന്റ് ഇതിൽ കാണിക്കുന്നത്. അപ്പം അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് ഒരു വർഷത്തെ ഫീസാണ്. അല്ലാതെ BDSൽ ഗവൺമെന്റിൽ 20,000 സംതിങ് ആണ് വരുന്നത്, സെൽഫ് ഫിനാൻസിംഗിലേക്ക് പോകുമ്പോൾ 3,30,000 വരുന്നത്. ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഫീസ് മാത്രമാണ്. 5 വർഷം കുട്ടി പഠിക്കുമ്പോൾ 5 വർഷം ഈ ഫീസ് അടയ്ക്കേണ്ടി വരും. ഇത് കൂടാതെ എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും അവരൊരു എക്സ്ട്രാ ഫീ വാങ്ങിക്കുന്നുണ്ട്. അവരുടെ അഡീഷണൽ ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫീ വാങ്ങിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ അടയ്ക്കേണ്ടി വരും. പിന്നെ ഹോസ്റ്റൽ മെസ് വേറെ ഉണ്ടാവും, അത് അടയ്ക്കേണ്ടി വരും. എല്ലാം കൂടി വരുമ്പോഴേ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും ഒരു വർഷം തന്നെ. അങ്ങനെ 5 വർഷങ്ങളിൽ നിങ്ങൾ ആ ഫീ അടയ്ക്കേണ്ടി വരും. അത് നിങ്ങൾ അടയ്ക്കാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ BDS സെൽഫിൽ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിൽ നിങ്ങൾ MBBS കൊടുത്തു കഴിഞ്ഞാൽ MBBSന് ഓരോ വർഷവും 8 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. അത് കൂടെ അവരുടെ സ്പെഷ്യൽ ഫീ ആയിട്ട് 1 ലക്ഷം രൂപയോളം വാങ്ങിക്കും. പിന്നെ ഹോസ്റ്റൽ മെസ് അതും ഉണ്ടാവും 1 ലക്ഷം രൂപയോളം. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 10 ലക്ഷം രൂപയുടെ, ചിലപ്പോൾ 10 ലക്ഷം രൂപയുടെ മുകളിലാവുന്ന കോളേജുകളുണ്ട്, 10 ലക്ഷം രൂപയുടെ താഴെ ആവുന്ന കോളേജുകളുണ്ട്. അപ്പൊ ഈ എല്ലാ കോളേജുകളും ഈ സ്പെഷ്യൽ ഫീയും ഹോസ്റ്റൽ മെസ്സും ഇതൊന്നും ഇതിൽ പറയുന്നില്ല. ഇതൊക്കെ ഒരൊറ്റ വർഷത്തെ ഫീസാണ്. അതെല്ലാ പാരന്റ്സും മനസ്സിലാക്കണം. ഇതിൽ 5 വർഷത്തേക്കുള്ള ഫീസ് വേണ്ടി വരും. അപ്പൊ നമുക്കത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഓപ്ഷനിൽ കൊടുക്കാൻ പാടില്ല. അതായത് നിങ്ങളിപ്പം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് വന്നിട്ട് അലോട്ട്മെന്റിൽ, ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നു, നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ 7-ാം തീയതിക്കും 12-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ മുഴുവൻ ഫീസും അടയ്ക്കേണ്ടി വരും. അതായത് നിങ്ങൾ എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ എൻട്രൻസ് കമ്മീഷൻ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആ എമൗണ്ട് മുഴുവൻ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താവും. അവിടെ നമ്മൾ പിന്നെ എന്താ പറയുക, അയ്യോ ഇതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക, വീണ്ടും വീണ്ടും പറയാണ്, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ഫീ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അടച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ അവിടെ ആ ഓപ്ഷൻ നമുക്ക് പിന്നീട് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല, അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇനി ആദ്യത്തെ ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞു, നിങ്ങളുടെ പേരൊന്നും വന്നില്ല, അങ്ങനെയാണെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും ഉറപ്പായിട്ടും. ചിലപ്പോൾ അടുത്ത അലോട്ട്മെന്റിലും കിട്ടുന്നില്ലെങ്കിൽ അതിനടുത്തതിലേക്ക് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷെ പുതിയതായിട്ട് അപ്പോഴും നിങ്ങൾ ചോദിക്കുകയാണ്, എനിക്ക് അങ്ങനെയാണ് ഒരു കോളേജും കൂടെ എനിക്ക് താഴെ ആഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മേലെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റൂല, പുതിയതായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം MBBSന് BDSന് അത് ഗവൺമെന്റിലോ സെൽഫിലോ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. പിന്നെ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് ഓൾറെഡി സൂചിപ്പിച്ചു. എൻട്രൻസ് കമ്മീഷനിലേക്ക് നിങ്ങൾ ഫീസ് അടക്കി ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അതെന്തായാലും നമുക്ക് വേറെ ഒന്നും പറ്റില്ല. താഴത്തെ ഓപ്ഷൻസ് ഡിലീറ്റ് ആയി പോവുകയും സെക്കൻഡ് തേർഡിലേക്ക് നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പോവില്ല എന്ന് ഉറപ്പുള്ള ഒരു കോഴ്സോ അല്ലെങ്കിൽ കോളേജോ നിങ്ങളുടെ ഓപ്ഷനിൽ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫീസിന്റെ കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഗവൺമെന്റിലാണെങ്കിൽ 23,000 സംതിങ് ആണ് MBBSന് ഫീസ് വരുന്നത്. അത് സെൽഫിലേക്ക് പോകുമ്പോൾ 8 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ BDSലേക്ക് പോകുന്ന സമയത്ത് ഗവൺമെന്റിൽ 20 ലക്ഷത്തി സംതിങ് ആണ് വരുന്നത്, 20,000 സംതിങ് ആണ് വരുന്നത്. അത് വന്നിട്ട് സെൽഫിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 8-നും 9 ലക്ഷത്തിനും ഇടയിലാണ് ഓരോ വർഷത്തെയും ഫീസ് വരുന്നത്. ഓരോ വർഷത്തെയും ഫീസാണ്. ഇത് കൂടാതെ സ്പെഷ്യൽ ഫീസും ഹോസ്റ്റല് മെസ്സ് ഇതൊക്കെ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഗവൺമെന്റിലാണെങ്കിൽ അത് വലിയ എമൗണ്ട് ആവില്ല, ചെറിയ എമൗണ്ട് ആയിരിക്കും. പക്ഷെ സെൽഫിലേക്ക് പോകുന്ന സമയത്ത് അത് വലിയ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് MBBSന് 23,000 രൂപയാണ് നമ്മൾ 23,000 സംതിങ് ഓരോ വർഷവും നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവൂ. എന്തെങ്കിലും രീതിയിൽ സംശയങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുക, വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, 9544449477. ഓക്കെ, 9544449477. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, കോളിലൂടെ അല്ല, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, എന്ത് ഇത് തോന്നുകയാണെങ്കിലും എന്തിലാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ക്ലാരിറ്റി ഇല്ലായ്മ തോന്നുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് അയക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.